രണ്ട് പിള്ളേർ ഇത്തരം ഒരു വീഡിയോ കാണാനിടയായി. ശ്വേതാ മേനോൻ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ വീഡിയോകൾ പോൺ സൈറ്റുകളിലും ലഭ്യമാണ്. അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടിയാണ്. അതായത് പോൺ സൈറ്റുകളിലെല്ലാം തന്നെ ഇവരുടെ ഉണ്ട്. ഞാൻ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അത് വിത്ത് പെൻഡ്രൈവ് സഹിതം അതിന് സപ്പോർട്ടിങ് എവിഡൻസുകൾ എല്ലാ കാര്യങ്ങളും കോടതി കൊടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് നമ്മളൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഒരു സാധനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്വേതാ മേനോൻ പരാതി കൊടുത്തിട്ടില്ല? എല്ലാം പോൺ സൈറ്റിലുണ്ട്. അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പുറകിൽ വേറെ ആളുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗമുണ്ട്. നമസ്കാരം ചേട്ടാ. അപ്പോൾ ഒരു പരാതി കൊടുത്തു. ആ പരാതിക്ക് ഈ ഒരു സൈഡിൽ എന്താണ് അതിൻ്റെ ഒരു ആദ്യത്തെ റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു? അല്ല, ഈ പരാതിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇവർ ആരോപിക്കുന്നത്, ഇപ്പം ഞാൻ ആ പരാതിക്ക് ശേഷമുള്ള കാര്യമാണ്. പിന്നെ ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷം വന്നിരിക്കുന്നത് ഇവർ അമ്മയിൽ ഇങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് അമ്മ പ്രസിഡൻ്റായിട്ട് ഇവർ മത്സരിക്കുന്നു. അപ്പോൾ മത്സരിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഞാൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ എൻട്രി തടയാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളാണ് എൻ്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സംഭവം ശരിയല്ല. ഞാൻ മാർച്ച് മാസം 1 തീയതിയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കുന്നത്. അതായത് പരാതി കൊടുക്കുന്നത് പറഞ്ഞാൽ മാർച്ച് മാസം 1 തീയതി ഞാൻ അതിൻ്റെ ഒരു എവിഡൻസാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം 1 തീയതി ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ, ഇത് നിങ്ങൾക്ക് നോക്കാം, അതായത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. ഇതുണ്ടോ, 1/3 ഞാൻ ഈ പരാതി കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, 1/3 ഞാൻ ഈ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെന്താണ് ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1 തീയതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ സെൻട്രൽ പോലീസ് യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പരാതി കൊടുക്കാനും, അല്ലെങ്കിൽ ഇപ്പം താങ്കൾക്കെതിരെ എനിക്ക് പരാതി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ താങ്കൾക്കെതിരെ ഒരു ആരോപണമുണ്ട്, എനിക്ക് പരാതി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. കമ്മീഷണർക്ക് പരാതി കൊടുത്ത് അതിന്മേലും നടപടി ഉണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരെ CJM കോടതിയിലേക്ക് ഞാൻ പരാതിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള ഇങ്ങനെ പരാതി കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 പിള്ളേർ ഇത്തരം ഒരു വീഡിയോ കാണാനിടയായപ്പോൾ ഞാനത് ചോദ്യം ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഞാൻ സെർച്ച് ചെയ്തു, എൻ്റെ ലാപ്ടോപ്പിൽ ഞാനത് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോഴാണ് സംഭവം ഇത് വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം കാണുന്നു. ഞാൻ അതിൻ്റെ സമയത്താണ് ഇത് ഫെബ്രുവരി ആ ഒരു കാലഘട്ടം. അപ്പം ഞാൻ ഇത് എന്താണ് ഈ പരാതിയിൽ പരാമർശിക്കപ്പെട്ട വണ്ണമുള്ള ഒരു വൾഗാരിറ്റി ഉള്ളത്? അതായത് പോൺ സൈറ്റുകളിലെല്ലാം തന്നെ ഇവരുടെ ഉണ്ട്. അല്ല, പോൺ സൈറ്റിൽ ഉണ്ടാവാം. അതിപ്പോൾ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ ലീക്ക് ചെയ്താൽ പോലും പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നത്, അത് അപ്ലോഡ് ചെയ്യുന്നവരുടെ ഒരു വികൃതമായ ഒരു സ്വഭാവം കൊണ്ടാണ്. അത് അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ആരുടെ മേലെ അപ്ലോഡ് ചെയ്യാം? അല്ല, അതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അതായത് ഇവർ മുൻപ് കൊടുത്തിരിക്കുന്ന ഒരു ഓൺലൈൻ ചാനലിന് ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോകളെല്ലാം പോൺ സൈറ്റിലും ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ശ്വേതാ മേനോന്റെ മാത്രമല്ല, പല നടിമാരുടെയും മാത്രമല്ല, നമ്മളുടെ പലരുടെയും അമ്മയുടെയും പെങ്ങന്മാരുടെയും അടക്കമുള്ള ലീക്ക് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും പോൺ സൈറ്റുകളുണ്ട്. അത് പോൺ സൈറ്റിൽ ഇടുന്നവരുടെ അല്ലേ കുറ്റം, അല്ലാതെ ഈ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കണത്, ഇപ്പം ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്ന കേസിൽ അനാശാസ്യ നിരോധന നിയമപ്രകാരം വരെയുള്ള കേസുകൾ ഇതിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യാഖ്യാനം നടത്തുമ്പോൾ ഇതിൽ എന്താണ് അനാശാസ്യം, അല്ലെങ്കിൽ എന്താണ് അതിലെ പോൺ? അതിനായിട്ട് ഞാൻ ആ പരാതിയിലെ പകർപ്പ് കിട്ടിയിരുന്നു നിങ്ങൾക്ക്. ആ പരാതിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എവിഡൻസ് സഹിതമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ആരോപിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ, ഈ ലിങ്കുകളാണ് നമ്മൾ ആ ഒരു ലിങ്കുകൾ എന്ന് പറയുന്നത് നമ്മൾ അത് ആ വീഡിയോയിൽ റീച്ച് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതെ, ഈ വീഡിയോ എന്താണ് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ എന്ത് പ്രകോപനം കൊണ്ടാണ് താങ്കൾ ഈ പരാതി? വീഡിയോയിലെ പ്രകോപനം എന്താണെന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ച് അതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അത് വിത്ത് പെൻഡ്രൈവ് സഹിതം അതിന് സപ്പോർട്ടിങ് എവിഡൻസുകൾ എല്ലാ കാര്യങ്ങളും കോടതി കൊടുത്തിട്ടുണ്ട്. പെൻഡ്രൈവിലാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാം. അതാണ് ഞാൻ ഈ പരാതി കൊടുത്ത ഈ ലിങ്കുകളെല്ലാം തന്നെ. രതി നിർവേദം, കളിമണ്ണ്, ഇത്തരമുള്ള പലരി മാണിക്യം, ഇതെല്ലാം തന്നെ സെൻസർ അംഗീകരിച്ചിട്ടുള്ളതും അത് നിയമപ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതെ, അത് പ്രത്യേകം. പക്ഷേ അതിലെ ആയിട്ടുള്ള അതിൻ്റെ ചില ഭാഗങ്ങൾ അത് വേറെ രീതിയിൽ ഈ പറഞ്ഞ ഇത്ര സൈറ്റുകളിലൊക്കെ ഓടുന്നുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്വേതാ മേനോൻ പരാതി കൊടുത്തിട്ടില്ല? ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്കെതിരെ ഒരു വീഡിയോ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തു, ഇപ്പം എന്നെ നിങ്ങൾക്കറിയില്ല, ഒരു പാർട്ടി, ഒരു തേർഡ് പാർട്ടി, ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിദേശത്ത് എവിടെയെങ്കിലും ഒരു സാധനം
ഞാനത് ഞാനല്ല വേറൊരാളാണ്. എനിക്കെതിരെ ഒരു വീഡിയോ ഒരാൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിലൊന്നിനെ മൈൻഡ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പരാതി. അല്ല, ഞാൻ ചോദിക്കണമെന്ന് നമ്മൾ ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് നമ്മളൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഒരു സാധനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുക്കേണ്ടതല്ലേ? അല്ല, അത്തരത്തിൽ പരാതി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി കുടുംബത്തിൽ പിറന്ന ആളല്ല എന്നാണ് അർത്ഥം. എന്നല്ല പറഞ്ഞത്. കാരണം ഇതിനകത്ത് ശ്വേതാ മേനോൻ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ വീഡിയോകൾ പോൺ സൈറ്റുകളിലും ലഭ്യമാണ്. അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടിയല്ലേ? അതെങ്ങനെ സമ്മതത്തോടെയാവും? ഇപ്പൊ താങ്കളുടെ അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം നിങ്ങൾ എൻ്റെ മാർട്ടി മാനേജരി നിങ്ങൾ എൻ്റെ ഫോൺ സൈറ്റിൽ സാധനങ്ങളുണ്ട്, നിങ്ങളത് തപ്പിക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശ്വേതാ മേനോൻ എന്റെ ഫോൺ സൈറ്റിൽ എന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ അത് പോയി കാണൂ എന്ന് പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നല്ലേ പറഞ്ഞത്, കാണണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനല്ല, ഉണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ പറയുകയാണ്, അല്ലെങ്കിൽ മറ്റു നടിമാർ പറയുകയാണ് എൻ്റെ വീഡിയോ മറ്റു സൈറ്റുകളിലുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. ഇത് പറയുന്നത് തീർച്ചയായും, കാരണം ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്, ഇത് പരാതി ചെയ്തു കൊടുത്തവരുണ്ട്. ഇതൊരു പരാതി സൈബർ സെല്ലിൽ പോയാൽ പോലും ഒരു പരിധി വരെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുക. ഈ നിയന്ത്രണ വിധേയമായ ഇതുകൊണ്ട് അത് അങ്ങനെ പറയരുത്, നിയന്ത്രണ വിധേയമാണെന്ന്. കാരണം ഇപ്പം നമ്മുടെ IT ആക്ട് വളരെ സ്ട്രോങ് ആണ്. അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വളരെ സിനിമകൾ വളരെ ബോൾഡായിട്ട് അഭിനയിക്കുന്ന ഇത്തരം താങ്കൾ ഈ പറയുന്ന ലൈംഗിക ഇതെങ്ങനെ ലൈംഗിക ചൊവ്വയാവും ഇത്തരത്തിലുള്ള സിനിമകൾ? ഇതെല്ലാം ആ തരത്തിൽ അത് കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത് പ്രശ്നം വരുന്നത്. ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെട്ടവരല്ലേ കുറ്റക്കാർ, അത് ചെയ്തവരല്ലേ കുറ്റക്കാർ, അത്തരത്തിൽ പ്രചരിപ്പിച്ചവരല്ലേ കുറ്റക്കാർ. അപ്പോൾ ഈ ശ്വേതാ മേനോനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് വളരെ മോശമല്ലേ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അടുത്തല്ലേ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ തെക്കൻ കേരളത്തിലുള്ള ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ ഒരു സൈറ്റിൽ കയറി അവർ വല്ലാത്തൊരു മാനസിക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തരിക. അപ്പോൾ ഇത് ഇവരറിയും, ഇവർ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോൾ തന്നെ പോലീസ് അത് ഇടപെട്ട് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്ത് കുടുംബത്തെ രക്ഷിക്കുകയത്. അപ്പം ഞാൻ പറയണത് ഇത്തരത്തിലുള്ള അപ്പം ഞാൻ റിമൂവ് ചെയ്യപ്പെടണം. ഇതുപോലെ ഇതിൽ ശ്വേതാ മേനോൻ സമ്മതപ്രകാരം വളരെ ക്ലാസിക്കായി അഭിനയിച്ച രതി നിർവേദവും അതുപോലുള്ള കളിമണ്ണ് എന്നീ ചിത്രങ്ങളിലെ രംഗങ്ങളാണുള്ളത്. ഇത് പോൺ സൈറ്റുകളിൽ കയറിയില്ലെങ്കിൽ പോലും നമ്മളുടെ പല മാധ്യമങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള സിനിമകളാണ്. ഈ സിനിമയുടെ ഒരു രംഗം എടുത്തിട്ട് മറ്റൊരു രീതിയിൽ ഹെഡിങ് ഇട്ടുകൊണ്ട് പോൺ സൈറ്റിൽ വന്നാൽ അത് റിമൂവ് ചെയ്യപ്പെടേണ്ട പ്രശ്നം ശ്വേതാ മേനോനില്ല, അല്ലെങ്കിൽ മറ്റാർക്കും ഇല്ല. കാരണം അത് ഓൾറെഡി സിനിമയിൽ അഭിനയിച്ച രംഗങ്ങളാണ്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഈ മറ്റു രീതിയിൽ ആരെങ്കിലും ലീക്ക് ചെയ്ത അനാവശ്യമായിട്ടുള്ള രംഗങ്ങളല്ല ഉള്ളത്. അപ്പോൾ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അറിയാതെ ആ കുട്ടിയുടെ രഹസ്യ ചിത്രങ്ങൾ പരിഗണിച്ചതായിരിക്കാം. ഇത് സമ്മതത്തോടുകൂടി അഭിനയിച്ച രംഗങ്ങളാണ്, അതും ഫോണല്ല, സിനിമയാണ്. എൻ്റെ പരാതി നിങ്ങൾ വായിച്ചിരുന്നോ? ഇല്ല, പറയൂ. എൻ്റെ പരാതിയിൽ ഞാൻ വളരെ സ്പെസിഫൈ ചെയ്ത് ഞാൻ എൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം. ആ പരാതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ആധികാരികമായിട്ടുള്ള എവിഡൻസുകൾ ഇപ്പോൾ ഇതിൻ്റെ 12-ാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട്, കാരണം എനിക്ക് കൂടുതലായിട്ട് പറയാൻ അല്ല ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞത് എനിക്കത് വളരെ ഡീപ്പായിട്ട് ഒരു മാധ്യമത്തോളം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിനായിട്ട് ഹാജരാക്കുന്ന രേഖകളുടെ വിവരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് അനുബന്ധ രേഖകൾ അതെ ഇതാണ് അതിനകത്ത് മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതിയുടെ പകർപ്പ് അതിനുശേഷം അതിനുശേഷം വന്നിരിക്കുന്ന ഈ കോണ്ടത്തിൻ്റെ വീഡിയോയുടെ വൺ സെക്കൻഡ് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് കോണ്ടത്തിൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ, പിന്നെ യൂട്യൂബ് ഗൂഗിൾ വെബ്സൈറ്റുകളിൽ നടന്നതും ഈ ഡൗൺലോഡ് ചെയ്യപ്പെട്ടതുമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഈ മനുഷ്യൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കോടതി കൊടുക്കുകയും കോടതി അത് പരിശോധിച്ചിട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് ഈ FIR വന്നിരിക്കുന്നത്. ഈ പറയുന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിളിച്ചിരുന്നു. അവർ പോലും പറയുന്നത് ഇതിൽ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ പോലും ജനങ്ങൾക്കോ പോലീസിനോ നിയമത്തിനോ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഉന്നയിക്കുന്നത്? കാരണം കോണ്ടത്തിൻ്റെ പരസ്യം എന്ന് പറയുന്നത് അതൊരു പരസ്യ ചിത്രമാണ്. ഈ കോണ്ടം എന്ന് പറയുന്ന സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്ന ഒന്നാണോ? കോണ്ടത്തിൻ്റെ അല്ലേ, ഞാൻ അതിന് ശേഷമല്ല, നിങ്ങൾ പരാതി വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. പരാതിയിലെ ഇതിന്റെ പരാതിക്ക് അടിസ്ഥാനമായ ഭാഗങ്ങൾ ഞാൻ വായിച്ചതാണ്. അതിലൊന്നും എല്ലാം അടിസ്ഥാനരഹിതമായിട്ടാണ് തോന്നുന്നത്. എന്താണ് താങ്കൾ കൃത്യമായി പ്രകോപിപ്പിച്ചതെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനകത്ത്
ശ്വേതാ മേനോൻ അഭിനയിച്ച, ഞാൻ പറയുന്നത് വ്യക്തമാക്കി തരാം, ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ശ്വേതാ മേനോന്റെ മറ്റ് എന്തെങ്കിലും പരസ്യ ചിത്രങ്ങൾ ഇതിൽ എന്തടിസ്ഥാനത്തിലാണ് അനാശാസ നിയമനിരോധന പ്രകാരമുള്ള IT വകുപ്പുകൾ അടക്കമുള്ള കേസുകൾ ചുമത്താനുള്ള താങ്കളുടെ പ്രചോദനമായിട്ടുള്ളത്? അപ്പം ഞാൻ ചോദിക്കണം, കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യമായതുകൊണ്ടാണല്ലോ ആ വകുപ്പുകൾ ചേർത്തിരിക്കുന്നത്. കോടതി ഒരു ഹർജിക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് എന്ത് ആണെങ്കിലും അതിൽ അന്വേഷണമാണ് ഇത് ശ്വേതാമേനെതിരെയല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ല, അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് പോലീസ് തീർച്ചയായും കൊടുക്കും. കോടതി തീർച്ചയായിട്ടും റിപ്പോർട്ട് ആവശ്യപ്പെടും. കോടതിക്ക് പഠനം ആവശ്യമാണ്. അപ്പോൾ ഇതിൽ താങ്കളുടെ പരാതിയിലാണ് ചർച്ച. എന്താണ് ഇതിൽ പ്രകോപിപ്പിച്ചത്? എന്താണ് പ്രത്യേകം? അതൊന്നും എടുത്ത് പറയാം. ആ പരാതിയിൽ ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നില്ല. വൾഗറായ രീതിയിൽ പരസ്യങ്ങളിലും അല്ലാതെ അറപ്പുള്ളാക്കുന്ന വിധത്തിൽ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ആര് പബ്ലിഷ് ചെയ്തു? ശ്വേതാ മേനോൻ പബ്ലിഷ് ചെയ്തു. അത് ആരാ പബ്ലിഷ് ചെയ്തെന്നുള്ളത് കണ്ടെത്തണം. അത് കണ്ടെത്തണം. അതാ ഞാൻ പറഞ്ഞത്. അത് അവർക്ക് എങ്ങനെ ഈ പരാതി ശ്വേതാ മേനോനെതിരെയാവും? അല്ല, അത് അന്വേഷണത്തിൽ കണ്ടെത്തണ്ടേ? അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ, പക്ഷെ താങ്കൾ എന്തിന് ശ്വേതാ മേനോനെതിരെ മാത്രം പരാതി കൊടുത്തു? അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തു എന്നതാണ് പരാതിയെങ്കിൽ ഇത് ശ്വേതാ മേനോനല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന് അന്വേഷണം, കാരണം ഞാനൊരു കോടതിയിലെ അന്വേഷണ പരിധി നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്. എങ്കിൽ ഏത് ഫോണിലാണ് അഭിനയിച്ചത്? അതിന്റെ ആ ലിസ്റ്റ് എല്ലാം ആ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ വായിച്ചെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടത്തിന്റെ ഒരു പച്ചചിത്രം, കളിമണ്ണ്, രതിനിർവേദം, പാലേരി മാണിക്യം, ഈ ചിത്രങ്ങളാണ്. ഇതെല്ലാം മലയാളികൾ കണ്ട ചിത്രങ്ങളാണ്. ഇതിൽ ഒരു മലയാളിക്കും ഒരു സംശയവും ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഇതിലെന്താണ് പ്രശ്നം? അതാണ് നിങ്ങൾ ആ പരാതി വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഹെഡ്ലൈനിൽ തന്നെ വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിരിക്കുന്ന പരാതിയെ വളരെ കൃത്യമായിട്ട് അറപ്പുള്ളാക്കുന്ന വിധത്തിൽ ഇത് ഈ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല, കാരണം അത് അന്വേഷണത്തെ പറ്റിയിരിക്കുന്നതാണ്. അല്ല, ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റി ആണല്ലോ. ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ്, അപ്പം ഞാൻ ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ഞാൻ പെൻഡ്രൈവായിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. എവിടെ താറ്റ് കൊടുത്തത്? അതിനപ്പുറത്ത് മറ്റുള്ളവർ വേറെ തരത്തിൽ തലക്കെട്ടിട്ട് പ്രചരിപ്പിച്ച ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പറയാം, ഇദ്ദേഹത്തിന്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങളായിരിക്കും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അതായിരിക്കും അറിയത്തില്ല. പക്ഷേ ഞാൻ പറയണത് അതെന്താണ് ഇനി അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് അന്വേഷണം പറയട്ടെ. ഞാൻ പറയുന്നത് താങ്കളുടെ ഏതെങ്കിലും താങ്കളുടെ വീട്ടിലോ താങ്കൾക്ക് അറിയാവുന്ന സുഹൃത്തിൻ്റെയോ ഏതെങ്കിലും പെൺസുഹൃത്തിൻ്റെ വീഡിയോ ആരെങ്കിലും ഇത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ, അദ്ദേഹം അഭിനയിച്ച സിനിമയുടെയോ ഏതെങ്കിലും രംഗം ഇത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ അതിൽ അഭിനയിച്ച വ്യക്തി കുറ്റക്കാരാകുന്നു. അനാവശ്യ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചാൽ, മറ്റാരെങ്കിലും മറ്റ് സൈറ്റുകളിൽ പ്രചരിപ്പിച്ചാൽ, അങ്ങനെയുണ്ടെങ്കിൽ അവര് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. എന്റെ വീഡിയോകളെല്ലാം മോട്ടോർ അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അവസ്ഥയല്ലല്ലോ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, മാട്ടി മേനാച്ചേരിയല്ലേ? അതെ, നിങ്ങൾ എന്നെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. നിങ്ങൾ എന്റെ ഫോൺ സൈറ്റിൽ നിൽക്കുള്ളൂ, എൻ്റെ ഉണ്ടെന്ന്. പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ്, വളരെയധികം വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. പലതരത്തിലുള്ള ബോൾഡ് സീനുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഗംഭീര നടിയാണ്. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ആ ഉത്തരം പറയാനുണ്ടായ ചോദ്യം താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഉത്തരത്തിനുള്ള ചോദ്യം എന്തായിരുന്നു എന്ന് വിവരിക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ്. അല്ല, എനിക്ക് ഒരു സെക്കൻഡ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഞാൻ അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വെച്ച് ഞാൻ സംസാരിക്കും. നിയമോപദേശത്തിൽ എനിക്ക് വിലക്കില്ലല്ലോ. കാരണം എനിക്ക് അതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എനിക്ക് അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഇന്ന തെളിവാണ്, ഇത് ഇന്നാണെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങ് പറയാൻ പറ്റുമോ? അത് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന സബ്ജക്റ്റ് അല്ലേ. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ഇന്ന തെളിവാണ്, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളാണ്. എനിക്കത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ആ പരാതിയുടെ പകർപ്പ് നിങ്ങൾക്ക് കിട്ടുക. 4 ചിത്രങ്ങളുടെ കാര്യം മാത്രമല്ല എന്നല്ലോ പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്വേതാ മേനോൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം നേരിട്ട അവസ്ഥയെ പറ്റിയാണ്. കാരണം അവരവസ്ഥയല്ലല്ലോ പറഞ്ഞേ, അവരല്ലേ 30 കോടി ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ 30 കോടി ആളുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് ഫോൺ സൈറ്റിൽ ഉണ്ടെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫോൺ സൈറ്റിലെ വീഡിയോനായിരിക്കും വ്യൂവർഷിപ്പ് കൂടുതൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ഫോൺ സൈറ്റിൽ
എന്നാൽ ഈ പോൺ സൈറ്റിൽ ഇട്ടു എന്ന് പറയുന്നത് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച വീഡിയോ അല്ലേ, അല്ലാതെ ശ്വേതാ മേനോൻ ഏത് പോണിൽ അഭിനയിച്ച് എന്ത് അനാശാസ്യ പ്രവൃത്തി നടത്തി എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്? അതൊരു വളരെ വളരെ ബോറായൊരു നിലപാടല്ലേ? ബോറ എന്നാൽ കോടതിയുടെ പരിഗണനയിരിക്കല്ലേ, പോലീസിന്റെ അന്വേഷണ പരിധി വന്നിരിക്കുന്ന പോലെ പോലീസിന്റെ അന്വേഷണ പരിധി വരട്ടെ, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം. അമ്മയുടെ ഇലക്ഷൻ്റെ സമയത്താണ് വീണ്ടും ഇത് ലൈം ലൈറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് യാതൊരുവിധ പങ്കും ചേട്ടനില്ലാന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ആളുകൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ആദ്യമേ ഞാൻ മൊബൈലിൽ ആ സാധനം കാണിച്ചിരുന്നു. അതായത് 1/3 ഞാൻ പരാതി കൊടുത്തത്. ശ്വേതാ മേനോൻ സപ്ലിമെൻ്റ് അല്ല പിന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന പോലെ എനിക്ക് ഒന്ന് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച കണ്ട 1.5 ആഴ്ച കണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ ഒരാഴ്ച നിൽക്കുമ്പോൾ കേസ് പിന്നെ പൊങ്ങി. അല്ല, കേസ് പിന്നെ പൊങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളിത് കോടതി കൊടുത്തിരുന്നതാണ്. 1-ാം തീയതിക്ക് മുമ്പ് നമ്മൾ കോടതി കൊടുത്തിരുന്നതാണ്. കോടതി അത് അന്വേഷണം. അപ്പോൾ അല്ലാതെ നിങ്ങളുടെ പുറകിൽ വേറെ ആളുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗമുണ്ട്, ശ്വേതാ മേനോൻ സിനിമയിൽ വരാൻ പാടില്ല, അല്ല സോറി അമ്മ പ്രസിഡൻ്റായിട്ട് സ്ഥാനത്ത് വരാൻ പാടില്ല എന്നൊക്കെ, അങ്ങനൊരു സംഭവം ഈ പറയുന്ന ഏതെങ്കിലും നടന്മാർ എന്നെ ബന്ധപ്പെടുകയോ എന്നോട് സംസാരിക്കുകയോ ഈ വിഷയമായിട്ട് യാതൊരു വിധത്തിലുള്ള പോലെ ബന്ധം. കാരണം ഞാനിത് 1-ാം തീയതി കൊടുത്തു, എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ആ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ, മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ അവർ വളരെ കൃത്യമായിട്ട് പിന്നെ ഞാനിങ്ങനെ പിന്നെ ഇനിയും പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ, അത് ഒന്ന് ഇടിക്കുച്ചി എന്ന് പറഞ്ഞൊരു പത്രം, അത് 1999 ഇറങ്ങിയ പത്രമാണ്. 99 ഇറങ്ങിയതല്ല, 99 ഇൻ്റർവ്യൂ കൊടുത്തൊരു പത്രമാണ്. അത് കോഴിക്കോട് ഉണ്ടായിരുന്ന പത്രമാണ്. അല്ല, അതിന്റെ എന്താ ചേട്ടൻ കാണാനിടയായിട്ട്? പോസ്റ്റർ ആണോ അതോ? അല്ല, അത് വാർത്തയാണ്. അതിന്റെ വാർത്തയുണ്ട്. വാർത്ത ഇപ്പം എൻ്റെ കയ്യിലില്ല. എന്ന പത്രത്തിൽ ശ്വേതാ മേനോൻ ഇന്റർവ്യൂ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഇൻ്റർവ്യൂ കൊടുത്ത് അതുകൂടെ സിൻഡിക്കേറ്റ് മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ ശ്വേതാ മേനോൻ പറയുന്നത് അതിന്റെ കട്ടിങ് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇപ്പം എൻ്റെ കയ്യിലില്ല, ലാപ്ടോപ്പിൽ ഞാൻ നിങ്ങൾക്ക് കിട്ടുക. അല്ല, അത് നിങ്ങൾക്ക് ഞാൻ അത് ഇട്ട് തരാം. അത് ഇട്ട് അത് നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് കളിമൺ സിനിമ പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ആ കാര്യമല്ല ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളല്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കൂ, എന്നിട്ട് നിങ്ങൾ